ഇലകളിലെയും പൂക്കളിലെയും വിഷാംശമുണ്ടല്ലോ, ഇതിന്റെ വളർച്ചാഘട്ടം അനുസരിച്ച് മാറുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് വാസ്തവമാണോ? അത് അരളിക്ക് ബാധകമാണോ? അല്ല, അതിന്റെ വൈദ്യശാസ്ത്രപരമായി മറുപടി പറയാൻ എനിക്കറിയില്ല. ഞാനൊരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് ആ വിഷയത്തിൽ മറുപടി പറയാൻ കഴിയൂ. എന്തായാലും വിഷമുള്ള വസ്തുക്കളെ ഒഴിവാക്കണം, ആ പൂക്കളെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ വളർച്ചാഘട്ടത്തെ അതില് അതനുസരിച്ച് അതിന്റെ വിഷാംശം മാറുമോ, അല്ലെങ്കിൽ അത് പൂജയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമോ, അങ്ങനെയൊന്നും ആചാര്യന്മാരോടും രേഖപ്പെടുത്തി വച്ചിട്ടില്ല. മാത്രമല്ല, ഈ അരളിപ്പൂവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഴയകാലത്ത് ധാരാളം ചർച്ച നടന്നു. ഇപ്പൊ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത് വീണ്ടും ചർച്ച ഉയർന്നു വന്നതെങ്കിലും അക്കാലഘട്ടത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത് നിവേദ്യത്തിലേക്ക് നേരിട്ട് പൂജയിൽ ഹാരം, മറ്റു കാര്യങ്ങൾ, മാലയിലേക്കൊക്കെ ഒരു ഒഴിവാക്കാൻ കിട്ടാത്ത പക്ഷം, മറ്റു പൂക്കൾ കിട്ടാത്ത പക്ഷമൊക്കെ ഉപയോഗിക്കുന്നുവെങ്കിൽ പോലും പൂജയിലേക്ക്, ദേവന്റെ ബിംബത്തിലേക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിവേദ്യത്തിലേക്ക് ഇടുന്നതിനും വേണ്ടിയിട്ട് പല മഹാക്ഷേത്രങ്ങളിലും ഈ പൂവ് പണ്ടേ തന്നെ ഒഴിവാക്കിയതാണ്. അപ്പൊ ഒരു തീർച്ചപ്പെടുത്തലോ അല്ലെങ്കിൽ എന്താ പറയണ്ട, വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നത് ഇതുവരെ അതിന്റെ വിഷാംശമുണ്ടോ ഇല്ലയോ എന്ന് ആശങ്കയുള്ള പക്ഷം നമ്മൾ എന്തിനാണ് അങ്ങനെ റിസ്ക് എടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് അന്യ പുഷ്പങ്ങൾ ധാരാളമുള്ള സ്ഥിതിക്ക് 10-30ഓളം പുഷ്പങ്ങൾ വേറെ പൂജയ്ക്ക് യോഗ്യമായിട്ടുള്ളത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും എന്നുള്ള നിലയ്ക്ക് എന്തിനാണ് ഈ അരളിയെ തന്നെ കൂടുതൽ ആശ്രയിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശാസ്ത്രീയ റിപ്പോർട്ട് വരുന്നത് വരെ ഈ അരളി ചെറിയ ക്ഷേത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പൂജകളിൽ നിന്ന് വിലക്കണം, തൽക്കാലമെങ്കിലും മാറ്റി നിർത്തണം എന്നുള്ളൊരു അഭിപ്രായം അല്ലേ? അതെ, തീർച്ചയായും. തൽക്കാലം എന്നെങ്കിൽ പണ്ടേ അത് അങ്ങനെ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് അരളിയും ജമന്തിയും ആയതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് പുഷ്പങ്ങൾ നട്ടുവളർത്തുന്ന ഒരു ശൈലി ഇല്ലാത്തത് കൊണ്ട്, എന്നാൽ ആ ശൈലി പണ്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ മുന്നിൽ കുളമുണ്ടായിരുന്നു, കുളത്തിൽ നിന്ന് താമര കിട്ടും. അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെ തെറ്റിയും മുല്ലയും പിച്ചിയും അതുപോലെ തന്നെ തുളസിയും ഒക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ നിത്യ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളെ ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ കിട്ടാറുണ്ട്. അതുകൂടാതെ തന്നെ തൊഴാനെത്തുന്ന ഭക്തജനങ്ങൾ അവരുടെ വീട്ടിലുള്ള പൂക്കളെല്ലാം തന്നെ കൊണ്ട് ശേഖരിച്ച് തരാറുണ്ട്. അപ്പൊ ആ ഒരു സമ്പ്രദായം, ആ ഒരു ശൈലിയൊക്കെ മാറിയത് കൊണ്ടാവണം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പൂവ് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. സ്വാഭാവികമായും അവിടെ പാടങ്ങളിൽ കൂടുതലും ഈ ജമന്തിയും പ്രത്യേകിച്ച് യാതൊരു മണവും ഗുണവും ഇല്ലാത്ത പൂക്കൾ അവരിങ്ങോട്ട് കയറ്റി അയക്കാറുണ്ട്. അതെല്ലാം തന്നെ പലപ്പോഴും ക്ഷേത്രത്തിലെ പുഷ്പാഭിഷേകത്തിനൊക്കെ തന്ത്രിമാർ വ്യക്തിപരമായിട്ടൊക്കെ വളരെയധികം വൈഷമ്യം അനുഭവിക്കുന്നുണ്ട്. കാര്യം ഒരു ഗുണവും ഇല്ലാത്ത, പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പൂക്കളൊക്കെ ധാരാളം കൊണ്ട്, ഈ വില കുറഞ്ഞ പൂക്കൾ ധാരാളം പുഷ്പാഭിഷേകത്തിന് കൊണ്ട് ആഡംബരം കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഭക്തർ സമർപ്പിക്കാറുണ്ട്. അതൊക്കെ ശരിക്കും ക്ഷേത്രാചാരത്തിന് വിരുദ്ധമാണ്. പക്ഷെ എത്ര പറഞ്ഞാലും അവർ തിരുത്തുന്നില്ല എന്ന് പലരും സ്വകാര്യമായി പറയാറുണ്ട്.